ഒരാൾ എല്ലാ കുറ്റങ്ങളും അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുള്ളിയോട് ഒരു സമാധാനം തോന്നും. പാവമല്ലേ, അവനവൻ്റെ കുറ്റമല്ല ഏറ്റെടുത്തല്ലോ എന്നൊരു തോന്നലുണ്ടാവും. അതേ സൈക്കോളജി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ CEO ആയിട്ടുള്ള അഭിക് ചാറ്റർജി ഇപ്പോൾ ആരാധകരുടെ നേരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന്റെ എല്ലാ പരിതാപകരമായിട്ടുള്ള അവസ്ഥയ്ക്കും ഞാനാണ് ഉത്തരവാദി, നിങ്ങൾക്ക് എന്നെ എന്തും പറയാനുള്ള അവകാശമുണ്ട്, എല്ലാത്തിനുമുള്ള റെസ്പോൺസിബിലിറ്റി ഞാൻ എടുക്കുന്നു, എല്ലാ തോൽവികളുടെയും തിരിച്ചടികളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു, എന്നിരുന്നാൽ പോലും ഞാൻ എൻ്റെ സ്റ്റാഫിനോടൊപ്പം നിൽക്കുന്നു, അവരെ ബലി കൊടുക്കാൻ സമ്മതിക്കില്ല, അവരാണ് മാങ്ങയാണ് തേങ്ങയാണ് എല്ലാം തേങ്ങാക്കൊലയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി അവനവൻ്റെ സ്റ്റാഫിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്നത് സത്യമാണ്. അവൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ആരൊക്കെയാണ് കൂടെ നിൽക്കുന്നത്? ഒന്നെണ്ണൻ്റെ പെണ്ണുമ്പിള്ള, പിന്നെ അണ്ണൻ്റെ അനിയൻ, പിന്നെ അണ്ണൻ്റെ കുടുംബവകയിൽ ആരാണ്ടൊക്കെ പൊണ്ണൻ ടീമിലേക്ക് എടുത്ത് കീ പൊസിഷൻസിൽ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ അണ്ണൻ്റെ കുടുംബക്കാരെ സംരക്ഷിക്കണം, അതിന് വേണ്ടിയിട്ട് എൻ്റെ കൂടെയുള്ളവരെ സംരക്ഷിക്കണം, എല്ലാ തെറ്റുകളും എനിക്കാണ് എന്ന് പറയുമ്പോൾ അണ്ണൻ ഓസിന് സഹതാപമായി അണ്ണൻ്റെ കൂടെയുള്ള ആളുകളുടെ സാധനവും സെറ്റായി. ഒരു ക്ലബിൻ്റെ തലപ്പത്തിരിക്കാനൊക്കെയുള്ള എന്ത് പ്രീവിയസ് എക്സ്പീരിയൻസ് ആണ് അഭിഗണ്ണൻ ഉള്ളത് എന്നൊരു ചോദ്യചിഹ്നമാണ്. ഇപ്പം ബ്ലാസ്റ്റേഴ്സ് പോലൊരു ടോപ്പ് ലെവൽ ക്ലബിൻ്റെ ഹെഡായിട്ടിരിക്കാനുള്ള ക്വാളിറ്റിയോ ക്വാളിഫിക്കേഷനോ ഒന്നും പുള്ളിക്കില്ല. ഇതുവരെ അങ്ങനെ പുള്ളി ഓപ്പറേഷൻസിൽ ഇത്ര വലിയ ചുമതലയൊന്നും വഹിച്ചിട്ടും ഇല്ല. ഓപ്പറേഷൻസിൽ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ CEO ലെവൽ ഇല്ല. പിന്നെ അണ്ണനെ നന്നായി ടെസ്റ്റ് എഴുതാൻ അറിയാം, മെഴുകാൻ അറിയാം, നാടകം കളിക്കാൻ അറിയാം, അതൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്.